കണ്ണീർ തുടച്ചു. തോളിൽ നീ എന്നെ വഹിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു. തോളിൽ നീ എന്നെ വഹിച്ചു. സ്നേഹത്തിൻ പൂന്തണൽ എനിക്കായി വിരിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചു. ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു. തോളിൽ നീ എന്നെ വഹിച്ചു. പ്രതിസന്ധി മുന്നിൽ വന്ന് തിരമാല ഉയർത്തിയ നേരം തീരാക്കടങ്ങളായി ജന്മം ആഴത്തിൽ താഴുന്ന നേരം ശ്വാസം നിലച്ചു. എന്നു നിലച്ചു. ഞാനേറെ തളർന്നു കിതച്ചു. കർത്താവേ, ആ നേരം കൈത്താങ്ങായി നീ അടിയനെ ചേർത്തു പിടിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചു. ദൈവമേ, നീ എൻ്റെ കടങ്ങൾ ക്ഷമിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു. തോളിൽ നീ എന്നെ വഹിച്ചു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അനുദിന വചനം. സക്കായിയെ, വേഗം ഇറങ്ങി വാ. സക്കേയൂസ്, മേക്ക് ഹേസ്റ്റ് ആൻഡ് കം ഡൗൺ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ അതിരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ആത്മാവാൻ ദൈവമേ, ഞങ്ങളെ പഠിപ്പിക്കണം. ആമേൻ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 5 തിരുവചനം. ലൂക്സ് ഗോസ്പൽ chapter 19 verse 5. And when Jesus came to the place, he looked up and saw him and said unto him, Zacchaeus, make haste and come down, for today I must abide at thy house. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. നമ്മുടെ കർത്താവ് യേശു വലിയ അത്ഭുതങ്ങൾ ചെയ്തു. എന്തൊക്കെയാണത്? മരിച്ച ലാസറിനെ പോലും ഉയർപ്പിച്ചു. കർത്താവിൻ്റെ ശ്രുതി നാടെങ്ങും പരന്നു. യേശു യെരിഹോവിൽ നിന്ന് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സക്കായി എന്ന മനുഷ്യൻ യേശുവിനെ കാണുവാൻ മുന്നോട്ടോടി ഒരു മരത്തിൽ കയറി. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്നവനാണ്. സക്കായി അവൻ്റെ ജീവിതത്തിൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. അവൻ അപമാനങ്ങൾ കൊണ്ട് കെട്ടപ്പെട്ടവനായിരുന്നു. ആയിരക്കണക്കിന് പുരുഷാരങ്ങളുടെ നടുവിൽ മരത്തിൽ ബന്ധിതനായ സക്കായിയെ നമ്മുടെ കർത്താവ് കണ്ടു. യേശു മരത്തിൽ കീഴെ നിന്നു. അവനെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇറങ്ങി വാ. കർത്താവ് നമ്മളെ വ്യക്തിപരമായി വ്യക്തമായി അറിയുന്ന ദൈവമാണ്, ഇല്ലേ? അവിടെ നമ്മളെ പേര് ചൊല്ലിയാണ് വിളിക്കുന്നത്. ഈ സക്കായിയുടെ പേര് കർത്താവിന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തു? കർത്താവ് ആ മരത്തിലോട്ടും നോക്കുകയത് അവിടെ ഒരു ചുങ്കക്കാരൻ, ജനത്തിനെ പിഴിയുന്നവൻ, അവൻ്റെ പേര് സക്കായി എന്നാണ്. ഒരു കൊട്ട അവന് കൊടുത്തേക്കണേ എന്നുള്ള ഒരു നേരത്തെ ഉള്ളൊരു ഇൻഫർമേഷൻ ആരെങ്കിലും കർത്താവിന് കൊടുത്താ? ഇല്ലല്ലോ.
കർത്താവ് എപ്പോഴും പേര് ചൊല്ലിയാണ് വിളിക്കുന്നത്. ആ മൂലയിലിരിക്കുന്ന ബ്ലാക്ക് ഷർട്ട്, പിന്നെ സുഗു, അങ്ങനെ ഒരു പൊട്ടക്കണ്ണൻ്റെ മാവിട്ടെറിയില്ല. വ്യക്തമായിട്ട് കർത്താവിൻ്റെ വചനം പറയുന്നത് തൻ്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുവരുന്നു എന്നാണ്. അപ്പോൾ കർത്താവ് സക്കായിയെ കണ്ടപ്പോൾ, മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന സക്കായിയെ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞത് ഇറങ്ങി വാ എന്ന്. പലരും ബന്ധനാവസ്ഥയിലാണ്. ചിലരെ പാപം ബന്ധിച്ചിട്ടിരിക്കുന്നു, ചിലരെ അപമാനങ്ങളും നിന്ദകളും ബന്ധിച്ചിരിക്കുന്നു, ചിലർ കടഭാരങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുവാൻ പറ്റുന്നവൻ പഞ്ചസാര മണൽ കൊണ്ട്, ശ്രദ്ധിക്കണേ, പഞ്ചസാര മണൽ കൊണ്ട് കടലിനെ അതിരിട്ടവൻ, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, ഒരു വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ചവൻ പറയുന്നു ഇറങ്ങി വാ. സ്തോത്രം. ഇന്നും കർത്താവ് കോടിക്കണക്കിന് ജനങ്ങളെ നോക്കി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പലരും മതമാകുന്ന മരത്തെ കയറിയിരിക്കുക. ഇറങ്ങി വാ, നീ ആയിരിക്കുന്ന മതത്തിൽ നിന്ന് ഇറങ്ങി വാ, നീ ആയിരിക്കുന്ന സംഘടനകളിൽ നിന്ന് സംഘടന ഉണ്ടാക്കാതെ ഇറങ്ങി വാ. ഈ പക്ഷി ഫ്രീ ആയിട്ട് പറക്കണമെങ്കിൽ മരത്തിൽ നിന്ന് പിടിവിട്ടാലേ പക്ഷിക്ക് സ്വതന്ത്രമായി പറക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മതമാകുന്ന മരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന മകനെ, മകളെ, കർത്താവിൻ്റെ ഈ വിളി നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കം ഔട്ട്, കം ഡൗൺ, ഇറങ്ങി വാ. ജീവിതത്തിൽ പലതരം പ്രതികൂലങ്ങളാലും വേദനകളാലും ഇരുന്നു പോയവർ അനവധിയാണ്. അവരെ നോക്കി കർത്താവ് വീണ്ടും പറയുകയാണ് ഇറങ്ങി വാ, ലാസറസ് കം ഔട്ട്. കർത്താവ് എപ്പോഴും പേരിയല്ലോ വിളിക്കുന്നത്, അല്ലയോ? മരിച്ചു പോയ ലാസറിനെ അവിടുന്ന് ശവക്കല്ലറയുടെ മുൻപിൽ വന്ന് നിന്ന് പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുവരികയാണ്. മരിച്ചവൻ പുറത്തു വരട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് മരിച്ചടക്കപ്പെട്ടവരെല്ലാവരും കൂടി ഇടിച്ചു പൊളിച്ച് പുറത്തു വന്നേന്. ലാസറസ് മാത്രമേ പുറത്തു വന്നുള്ളൂ. ഇന്നും ഈ ലാസറിനെ പോലെ പലരും അടക്കപ്പെട്ട അവസ്ഥയിലാണ്, കെട്ടപ്പെട്ട അവസ്ഥയിലാണ്. കർത്താവ് വന്നു നിന്ന് പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. എവിടെ കേൾക്കാൻ? അഥവാ കേട്ടാലും അത് നിന്നെയൊന്നുമല്ല, വേറെ ആരെയോ വിളിച്ചാണെന്ന് നിന്റെ കൂടെ ഇരിക്കുന്നവൻ പറയും. ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ. വേറെ ആരെയും നോക്കണ്ട, ദൈവത്തിൻ്റെ വചനത്തിൽ നോക്കിയാൽ മതി. വ്യക്തമായിട്ട് ആ വചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ ശബ്ദം നിന്നോട് സംസാരിക്കുന്നതായി നിനക്ക് മനസ്സിലാകും. മോശ മരിച്ചപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിച്ച് ഇരുന്നു പോയ യോശുവയോട് കർത്താവ് പറഞ്ഞത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഉറപ്പും ധൈര്യമുള്ളവനുമായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ മകനെ, മകളെ, നിന്നോട് വ്യക്തമായി വ്യക്തിപരമായി കർത്താവ് ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. നീ മനുഷ്യഭയമാവുന്ന കെണിയിൽ കിടക്കുന്നത് കർത്താവ് വ്യക്തമായി കാണുന്നു. ആ നിന്നെ നോക്കി കർത്താവ് പറയുകയാണ് ഒരിക്കലും നിന്റെ ജീവിതകാലത്ത് നിന്റെ നേരെ ഒരു മനുഷ്യനും നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. നിന്റെ അപ്പനെ പേടിക്കരുത്, നിന്റെ അമ്മയെ പേടിക്കരുത്, നിന്റെ അളിയനെ പേടിക്കരുത്, നിന്റെ നാത്തൂൻസിനെ പേടിക്കരുത്, നിന്റെ കുടുംബക്കാരെ പേടിക്കരുത്, നിന്റെ മതമേലധ്യക്ഷനെ പേടിക്കരുത്. സ്തോത്രം. നിന്നെ ഭയപ്പെടുത്തുവാനായിട്ട് പാരമ്പര്യത്തിൻ്റെ ആ കോലും കൊണ്ട് നിൽക്കുന്ന ഒരുത്തരെയും നീ ഭയപ്പെടരുത്. ദൈവമാണ് പറയുന്നത്, ഞാൻ നിന്നെ കൈവിടില്ല. നിന്റെ കുടുംബക്കാരെ നിന്നെ ഉപേക്ഷിച്ചാലും, നാട്ടുകാർ വീട്ടുകാരും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല മോനെ, മോളെ. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ധൈര്യമുള്ളവളായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. ഹല്ലേലൂയ. നിനക്ക് ദൈവം തരുമെന്ന് പറഞ്ഞ ദേശം ദൈവം തന്നിരിക്കും. ആശേറിനെയും ആശേറിൻ്റെ അവകാശത്തെയും ദൈവം അനുഗ്രഹിച്ചു കൊടുത്തതുപോലെ, സ്തോത്രം, ദൈവം ഒരിക്കൽ തുറന്നാൽ ഒരു മനുഷ്യനും അടക്കാൻ പറ്റില്ല. എന്നാൽ ദൈവം അടച്ചാൽ ഒരു മനുഷ്യന് തുറക്കാനും പറ്റില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അതാണ്.
38 വർഷം രോഗത്താൽ ബന്ധിതനായി കുളക്കരയിൽ ഇരുന്നുപോയ രോഗിയെയും യേശു എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. പാരമ്പര്യമായി ചില രോഗത്താൽ വർഷങ്ങളായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഇരുന്നുപോയ അവസ്ഥയെ ഇന്ന് എൻ്റെ ദൈവം നിന്നെ അഴിച്ച് സൗഖ്യമാകുകയാണ്. സൗഖ്യമാകട്ടെ. ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്ത് കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്ത് അഴിക്കപ്പെടും. അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും. ആ അധികാരത്തോടെ നിന്റെ മക്കൾക്കായി അടിയൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. 38 വർഷം രോഗത്താൽ ബന്ധിതനായി കുളക്കരയിൽ ഇരുന്നു പോയ രോഗിയെ കർത്താവ് എഴുന്നേൽപ്പിച്ചെങ്കിൽ ആ കർത്താവ് ഇന്നലെ ഇന്നും എന്നും ഒരുവൻ തന്നെ. സക്കായിക്ക് ശാപത്തിൽ നിന്നും അപമാനത്തിൽ നിന്നും പെട്ട് ഇറങ്ങുവാൻ സാധ്യമല്ലായിരുന്നു. അവൻ ആരും കാണാതെ മരത്തിലിരുന്നു. എന്നാൽ യേശു അവനെ കണ്ടു. സ്തോത്രം. യേശു അവനെ കണ്ടു. എൻ്റെ കർത്താവ് ഈ സക്കായിയെ കണ്ടതുപോലെയാണ് മകനെ മകളെ നിന്നെയും കണ്ടത്. തക്ക സമയത്തൊരു വീസാതെന്ന് ഗൾഫിൽ കൊണ്ടുപോയി എന്തിനാണെന്നറിയാവോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്നെ ഞാൻ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായി നിന്നോട് സംസാരിക്കും. ഈ മരുഭൂമി എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ ഗൾഫ് അല്ലേ? അവിടെ കർത്താവ് കൊണ്ടുപോയത് എന്തിനാണെന്നറിയാവോ? 10 ചക്രം ഉണ്ടാക്കാനല്ല. കർത്താവിനൊരു പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും തിരുവചനത്തിൻ്റെ സത്യം അറിയുവാനും മതം കെട്ടിയിരുന്ന ബന്ധനത്തിൽ നിന്ന് അഴിയപ്പെടുവാനും യഥാർത്ഥത്തിലുള്ള സത്യമാകുന്ന ക്രിസ്തുവിനെ അറിയുവാനും അവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവിടെ കർത്താവിനെ വെള്ളത്തിൽ സാക്ഷീകരിച്ച് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാൻ വേണ്ടിയാണ് നിനക്കൊരു വീസാതെന്ന് കർത്താവ് നിന്നെ ഗൾഫിൽ കൊണ്ടുപോയത്. അവിടെ ചെന്ന് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടതിന് ശേഷം നാട്ടിൽ വരുമ്പം തലേ തുണിയിട്ട് വെള്ളമടിക്കാൻ പോണ പോലെ ആരാധനയ്ക്ക് പോകരുത്. നിന്നെ തൊട്ടതും നിന്നെ വിടിവിച്ചതും നിന്നെ അഴിച്ചതും കർത്താവായ ദൈവമാണെങ്കിൽ നിന്റെ കുടുംബക്കാരുടെ മുമ്പിൽ ഈ കർത്താവായ യേശുവിനെ നീ സാക്ഷീകരിക്കണം. എന്നാൽ സഖ്യൂസിനെ യേശു കണ്ടു. ഇറങ്ങി വരുവാൻ പറഞ്ഞു. കർത്താവ് ഒരുവനെ ശ്രദ്ധിച്ചാൽ അവന് 4 കാര്യങ്ങൾ സംഭവിക്കും. എന്തൊക്കെയാണോ ഒന്ന് ചിന്തിച്ചാലും? 1, ഹൃദയം തുറക്കും. 2, ഭവനം തുറക്കും. 3, ഭാവി തുറക്കപ്പെടും. 4, നിത്യത കൈവരും. ഇതാണ് ഈ ഭൂമിയിൽ വെച്ച് സമ്പാദിക്കേണ്ട 4 സമ്പാദ്യങ്ങൾ. ഹൃദയം ആർക്ക് കൊടുക്കണം? ഹല്ലേലൂയ. കർത്താവിന് കൊടുക്കണം. തുറന്നു കൊടുക്കണം. വെറുതെ കൊടുത്താൽ പോരാ, തുറന്നു കൊടുക്കണം. ഹൃദയത്തിൻ്റെ കവാടത്തിൽ നിന്ന് കർത്താവ് മുട്ടി വിളിക്കുകയാണ്. 2, ഭവനം തുറന്നു കൊടുക്കണം. ഭവനം തുറന്നു കൊടുക്കണം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ കർത്താവിനെ സേവിക്കും. ഭാവി തുറക്കപ്പെടും. നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിന്റെ നാശത്തിനല്ല, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശം തരുന്ന പദ്ധതി. നീ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. നിന്റെ ഐശ്വര്യത്തെ പുനഃസ്ഥാപിക്കും. 4, നിത്യത കൈവരും. നിത്യജീവൻ എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷമുള്ളതല്ല. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മൂക്കി പഞ്ഞി വെക്കുന്നതിന് മുമ്പ് നിത്യത പ്രാപിക്കണം, നിത്യജീവൻ പ്രാപിക്കണം. നിത്യജീവൻ, വാട്ട് ഈസ് ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് നിത്യജീവൻ തന്നെയായ കർത്താവ് നമ്മളെ പഠിപ്പിക്കും. യോഹന്നാൻ 17:3 ഏകസത്യമായ അങ്ങയെയും അങ്ങയച്ച പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഈ അറിവ് മരിച്ചതിന് ശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ്. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ നിത്യജീവൻ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മരിച്ചതിന് ശേഷം നാട്ടുകാരെല്ലാം വിളിച്ച് നീ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് ധൂപം കാട്ടി ഒരു പ്രത്യേക ആർഭാടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പോൾ സക്കായിയുടെ ജീവിതത്തിൽ ഇവയെല്ലാം സംഭവിച്ചു. ഏതെല്ലാം? ഹൃദയം തുറക്കപ്പെട്ടു, ഭവനം തുറക്കപ്പെട്ടു, ഭാവി തുറക്കപ്പെട്ടു, നിത്യത കൈവരിച്ചു. അവൻ്റെ ഭാവഭംഗിലമായ ഹൃദയം തുറക്കപ്പെട്ടു. അവൻ കുറ്റബോധത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ലൂക്കോസ് 19:8 കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായും മടക്കി കൊടുക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് പശ്ചാത്താപം എന്ന് പറയുന്നത്. സ്തോത്രം. കൊള്ളപ്പലിശ വാങ്ങിച്ച് സമ്പത്ത് കൂട്ടിവെച്ചിരിക്കുന്ന മകനെ, ഹല്ലേലൂയ, ന്യായമായൊരു പലിശയുണ്ട്. അതിനപ്പുറം നീ വാങ്ങിച്ചാൽ ആ അനീതിയുടെ പണം ദൈവസന്നിധിയിൽ ഇരുന്ന് കരയും. അത് നിനക്കും നിന്റെ തലമുറയ്ക്കും ഉപകരിക്കപ്പെടത്തില്ല. അതുകൊണ്ട് കൊള്ളപ്പലിശ വാങ്ങിച്ച് അഹങ്കരിക്കരുത്. മര്യാദക്ക് തിരിച്ചു കൊടുത്തോളണം. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ എന്തെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ വസ്തുവകയാണെങ്കിൽ പോലും, സ്തോത്രം, ചില അതിരിമാന്തികളുണ്ട്. എല്ലാ വർഷവും വേലി കെട്ടും. അവർ വേലി കെട്ടുന്നതനുസരിച്ച് മറ്റുള്ളവൻ്റെ അതിരിമാന്തി ഇവൻ്റെ അതിരി വിശാലമാക്കും.
ഹല്ലേലൂയ. അങ്ങനെയുള്ള നീ മരിച്ചു പോയാൽ നീ നരകത്തിൽ പോയിരുന്നും അതിരുമാന്തണ്ടായിട്ട് വരും. അപ്പോൾ സക്കീവസിനുണ്ടായ മാനസാന്തരം നമുക്കൊരു വലിയ പാഠമാണ്. ഹല്ലേലൂയ. അവൻ്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വന്നു. അവൻ്റെ ഭാവി മാറി. യേശു പറഞ്ഞു, ലൂക്കോസ് 19:9, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവനും എബ്രഹാമിൻ്റെ മകനെന്ന് കർത്താവ് പറഞ്ഞ പോലെ പലരും പല മതമേലധ്യക്ഷന്മാർക്കും പറയാൻ പറ്റില്ല. ചില പ്രത്യേക സോ കോൾഡ് റവറൻഡ് സോക്ക് ഇത് പറ്റത്തില്ല, അംഗീകരിക്കത്തില്ല. സ്തോത്രം. നമ്മുടെ കൂടെ ചേർക്കാൻ കൊള്ളില്ലാത്ത പാർട്ടീസാണ്. അവരെ അയലന്തർ തടിപ്പിക്കരുത് എന്നാ പറയുന്നത്. പിശാച് നോക്കിയിരുന്ന് ചിരിക്കുക. സ്തോത്രം. രക്ഷയുടെ ഭവനത്തിലേക്ക് സക്കായി ചേർക്കപ്പെട്ടു. നാം ഇന്നും പലതരം ബന്ധനങ്ങളിൽ അകപ്പെട്ട് ആരും കാണാതെ വസിക്കുകയാണോ? നിന്ദകളും പരിഹാസങ്ങളും അപമാനങ്ങളും നമ്മെ തളർത്തുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ പ്രാണപ്രിയനെ ഓർത്തുകൊള്ളണം. നമ്മെ മാത്രം ശ്രദ്ധിച്ചു നിൽക്കുന്ന നമ്മുടെ പ്രാണപ്രിയനെ ഓർക്കണം. അവൻ നമ്മെ ഓമനപ്പേര് ചൊല്ലി വിളിച്ചു വീണ്ടും പറയുന്നു, ഇറങ്ങി വാ. നാം ആയിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് ദൈവ വിളി കേട്ട് ഇറങ്ങി വരാം. കർത്താവ് നമ്മുടെ സ്ഥിതിയെ മാറ്റും, വേദനകൾ അകറ്റും. തീർച്ചയായിട്ടും സ്ഥിതിയെ മാറ്റും. തെളിവ് ആവർത്തനം 30:3. നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കലേക്ക് തിരികെയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. എന്നോട് ചേർന്നൊരു ആമേൻ പറ. നിന്റെ സ്ഥിതി മാറ്റും. നിന്റെ സ്ഥിതി മാറ്റും. എപ്പോൾ? ആർത്തിയോടെ ക്രിസ്തുവിനെ കാണാൻ, ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നീ ഒരുക്കമാണെങ്കിൽ നിന്റെ സ്ഥിതി ദൈവം മാറ്റും. ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന സകല ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് ഇറങ്ങി വരാം. കർത്താവിൻ്റെ വിളി ശ്രദ്ധിക്കാം. ഭവനങ്ങളെ കർത്താവിനായി ഒരുക്കാം. അങ്ങനെ നിത്യമായ ഭവനത്തിന് അവകാശികളാകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹവാനായ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ സ്വർഗീയ മന്നയ്ക്കായി സ്തോത്രം. ആത്മാവൻ ദൈവമേ, ഈ വചനം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചതിനായി സ്തോത്രം. അവിടുന്ന് വചനം ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. സഖേയൂസിനെ പോലെ അവിടുത്തെ വിളി കേട്ട് വർഷങ്ങളായി അള്ളിപ്പിടിച്ചിരിക്കുന്ന സകല പാരമ്പര്യത്തെയും വിട്ട്, മതത്തെ വിട്ട്, ഹല്ലേലൂയ, അവിടുത്തോട് പറ്റിച്ചേർന്ന് നടക്കുവാൻ ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. കുടുംബത്തോടെ സമർപ്പിക്കുന്നു. ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി മാറട്ടെ. ഇന്ത്യ അവിടുത്തെ രാജ്യമായി മാറട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ജനം ഒരുങ്ങുവാൻ, ഹല്ലേലൂയ, സ്തോത്രം. പിശാച് കെട്ടിയിരിക്കുന്ന സകല മതത്തിൻ്റെ കെട്ടുകളിൽ ജനം വിടുവിക്കപ്പെട്ട് അങ്ങേ രക്ഷകനാഥനായി സ്വീകരിച്ച് അവിടുത്തെ വരവിനായി ഒരുങ്ങുവാൻ ജനത്തെ അവിടുന്ന് ഒരുക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ അനുഗ്രഹിക്കപ്പെട്ട വർഗമായി മാറട്ടെ. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകൾ പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും കൊടുത്തിരിക്കുക. സ്തോത്രം. അവിടെ ഞങ്ങളുടെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. സ്വർഗീയ കൃപാവരങ്ങൾക്കായി സ്തോത്രം. ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥന യാചനം കേട്ടിരിക്കുക. നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പുച്ഛിച്ചും കുറ്റം വിധിച്ചും എൻ സോദരരെല്ലാം അകന്നു. മിത്രങ്ങൾ നൽകുന്ന സ്നേഹം സ്വാർത്ഥതയാണെന്നറിഞ്ഞു. മങ്ങി മയങ്ങി കരിന്തിരി കത്തിയൻ ജീവിത നീറിപ്പുകഞ്ഞു. ആ നേരം യേശുവിൻ നീ എൻ്റെ ജീവനിൽ സ്നേഹത്തിൽ എണ്ണ നിറച്ചു. നീ എന്നെ അനുഗ്രഹിച്ചു. ദൈവമേ, ജീവിത ദീപം തെളിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു. തോളിൽ നീ എന്നെ വഹിച്ചു.
സ്നേഹത്തിൻ ഓന്തണൽ എനിക്കായി വിരിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചു. ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു. തോളിൽ നീ എന്നെ വഹിച്ചു.